ജാസ്മിൻ ജയിലിൽ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നതും ഭയങ്കരമായിട്ട് വഴക്കിടുന്നതും അതും ജിൻഡോന്റെ അടുത്ത് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ജിൻഡോന്റെ അടുത്ത് ജാസ്മിൻ അങ്ങനെ കലിപ്പിൽ സംസാരിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ജിൻഡോ പക്ഷെ ചിരിച്ചുകൊണ്ടിരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചിരിയായിരുന്നു. എന്നിട്ട് ഋഷിയും അവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളെന്താ തറയാണോടാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. തറ എന്നല്ല മാത്രമല്ല പറയേണ്ടത്, വെറും കൂതറയാണല്ലോടാ ഇവളെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ജാസ്മിന്റെ സംസാരം വളരെയധികം തറ ലെവലിലാണ് സംസാരിക്കുന്നത് എന്നാണ് അവിടെ ഇരുന്നിട്ട് എല്ലാവരും പറയുന്നത്. അപ്പൊ ജാസ്മിൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇവര് ചിരിയാണ് ചിരിക്കുന്നത്. സിബിനൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ ചിരിച്ചു മറിയായിരുന്നു ജാസ്മിൻ ഓരോന്ന് ജിൻഡോനെ പറയുന്നത് കേട്ടിട്ട്. ജിൻഡോയ്ക്ക് അവർ കോർക്കുന്ന മാല ഇഷ്ടപ്പെടുന്നില്ല. ജിൻഡോ പറയുന്നത് അത് ചെറിയ മാലയാണ്, നിങ്ങൾ വലിയ മാല കോർക്കാൻ നല്ല കഴുത്തിയെ കൂടെ ഇടാൻ പറ്റുള്ളൂ എന്നാണ് ജിൻഡോ പറയുന്നത്. പക്ഷേ ഇവർക്ക് കോർക്കാനായിട്ട് നൂലില്ലെന്നും ഇത്രയ്ക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്നും ഞങ്ങളുടെ ഗിഫ്റ്റിന് ഇത്രയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവര് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ജാസ്മിൻ ജിൻഡോന്റെ അടുത്ത് പല തരത്തിലുള്ള വേർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ജാസ്മിനെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ ജാസ്മിനെ തെറി വിളിച്ചു, അല്ലെങ്കിൽ മോശമാക്കി കാണിച്ചു എന്ന് പറയുന്ന ജാസ്മിൻ അവിടെ ജിൻഡോനെ വിളിക്കുന്നുണ്ടായിരുന്നത് വളരെ മോശപ്പെട്ട വാക്കുകളായിരുന്നു. ചൊട്ടൻ, മൊണ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശപ്പെട്ട വാക്കുകൾ. കൊണാണെന്ന് വർത്താനം പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നീ വെറും മരപ്പാഴാണടാ, മരപ്പാഴെന്ന് പറഞ്ഞാൽ പോലും അതിന് വാല്യൂണ്ട്, നീ അത് വെറും പപ്പാഴാണടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ടായിരുന്നത്. വളരെ മോശമായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ജിൻഡോന്റെ അടുത്ത്. നിന്റെ കീ എന്താ അവരുടെ കയ്യിലല്ലേ, നീ കീ വാങ്ങാൻ പോവാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവിടെ ജിൻഡോന്റെ അടുത്ത് സംസാരിക്കുന്നത്. അവിടെ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു തറ ലെവലില്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള എല്ലാവരും തന്നെ ആ ഒരു സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ച്. അപ്പൊ അവരവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് എന്ത് പെങ്കൊച്ചപ്പൊന്നെ, ഇത് എന്ത് വർത്താനം ഈ പെങ്കൊച്ച് പറയണേ എന്നാണ് അവിടെ ഇരുന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ അവരെല്ലാവരും കോമഡി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണിനെ ഒന്നും മിണ്ടാണ്ടിരുന്നൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പൊട്ടി ചിരിക്കുകയാണ് ജാസ്മിനെ കളിയാക്കിയിട്ട്. ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, എടാ ജിൻഡോ, നിന്നെ അവര് കളിയാക്കുന്നതാടാ, നീ വാക്കിംഗ് സ്റ്റിക്കാടാ അവരുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് ജാസ്മിൻ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോന്റെ കാര്യം നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അവിടെ ജാസ്മിന്റെ കാര്യം നോക്കുന്ന സമയത്ത് അവരെല്ലാവരും കളിയാക്കി ചിരിച്ചിരുന്നത് ജാസ്മിന്റെ സംസാര രീതിയെയും സംസാര ശൈലിയെയും ആണ്, അല്ലാതെ ജിൻഡോനെ ആയിരുന്നില്ല. അത് ജാസ്മിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ജാസ്മിൻ അത്രയും മോശപ്പെട്ട വാക്കുകളാണ് ജിൻഡോയെ അവിടെ വിളിച്ചിരുന്നത്.